ഈ സഹോദരിക്ക് പ്രശ്നം ഉണ്ടാക്കിയ സഹോദരി ശരിക്കും ആവശ്യത്തിലധികം സ്വത്തുള്ള ആൾ തന്നെയല്ലേ? അത് ഷായനാൻ അറിയാമല്ലോ. ഞാനത് ചോദിക്കണ്ടായിരുന്നല്ലോ. ഇന്ത്യക്കകത്തും പുറത്തുമായി ഒരുപാട് സ്വത്തുക്കളുള്ള ആളുകൾ. മാത്രമല്ല അച്ഛൻ കൊടുത്തിട്ടുണ്ട് ധാരാളം. അച്ഛൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ കൊടുക്കാതെ എവിടെ നിന്നാണ് വരുന്നത്? മനസ്സിലായി. ഒരു സാധാരണ IAS ഉദ്യോഗസ്ഥന് അച്ഛൻ കൊടുക്കാതെ എവിടെ നിന്നാണ് വരുന്നത്? മനസ്സിലായി. അച്ഛൻ കൊടുക്കണ്ടേ? അച്ഛൻ ഒരു വലിയ ധനികനായ വ്യക്തിയുടെ മകനായിരുന്നു. അച്ഛൻ വലിയ ധനിക കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷെ ഞാനൊരു ധനിക കുടുംബത്തിൽ, ഞാനൊരു സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നതാണ്. പത്തനാപുരത്തെ 10 സെൻറ്റ് സ്ഥലത്ത് നമ്മളെ 1000 സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു വീട്ടിനകത്ത് ജീവിച്ചാണ് എത്രയോ വർഷം. എനിക്കങ്ങനെ ഇതൊന്നുമില്ല. ഞാനങ്ങനെ ഒന്നിനോടൊരു കൊതിയുള്ള ആളല്ല. എനിക്കെന്ത് താല്പര്യം തോന്നാറില്ല. ഈ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പിന്നെ ശ്രമം നടത്തിയില്ലേ? അല്ല, കോടതി പറഞ്ഞിട്ടൊരു കോംപ്രമൈസിന് ഞാനൊടുവിൽ ശരി കോടതി പറഞ്ഞാണല്ലോ, കോടതി ചോദിച്ചു സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓഫർ വച്ചു. ശരി തീരുന്നേ തീരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും പോരാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് തീരാതെ പോയത്. ഞാൻ ആ ബഹുമാനപ്പെട്ട കോടതി ആദ്യം നിർദ്ദേശിക്കും നമ്മുടെ അങ്ങനെയാണല്ലോ, ഒരു കോംപ്രമൈസ് പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ അവന് കോടതി ഒരു മീഡിയേറ്ററെ നിയമിക്കും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാര്യങ്ങൾ പറയും. 2 മീഡിയേറ്ററെ കോടതി നിയമിച്ചിട്ടും ഞാൻ അങ്ങോട്ട് ശരി ഓക്കെ കുറച്ചൊക്കെ അങ്ങ് കൊടുക്കാം എന്ന്. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആ സമയത്ത് എന്നെ ഫോൺ വിളിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തതിന് പുറത്ത് ഞാൻ ഷായൻ ഒറ്റ കാര്യമല്ല, ഇത്രയും വർഷത്തിനെ ഷായൻ എന്നെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഷായൻ കമ്പനിക്ക് അറിയണമെന്ന് തോന്നുന്നു. എൻ്റെ ഉണ്ട്. നിങ്ങൾ ഞാനുമായിട്ട് എത്രയോ വർഷങ്ങൾക്കും പരിചയമുള്ള ആൾക്കാരാണ്. അല്ല, എനിക്ക് ആ കാര്യത്തിൽ വലിയ ഞാൻ നിങ്ങളെ ഒരിക്കലും വിളിച്ചിട്ടില്ലല്ലോ. വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടോ? കറക്റ്റ് ആയില്ല. ഞാനിപ്പോൾ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന അച്ചൻകുൽ രാജ്കുമാർ താങ്കളുമായി നല്ല സുഹൃത്ത്, പിന്നെ വിളിച്ചിട്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ഷാജന് ഇഷ്ടമുള്ള കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നെ. ഇപ്പോഴും എൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? ഷാജന് ഇഷ്ടമുള്ള ചോദിച്ചു, ഞാൻ അതിൻ്റെ എനിക്കറിയാവുന്ന ഉത്തരം പറയാമെന്നാണ് പറഞ്ഞത്. അതായത് ഈ സഹോദരി ഒരു പാർട്ടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അതെന്തായാലും അറിയാമോ? ഒക്കെ അവരെ കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് കേരളത്തിലുള്ള നമ്മളതൊന്നും അന്വേഷിക്കാറില്ല. കാരണം അച്ഛൻ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കോട്ടയത്ത് വെള്ളപ്പൊക്കം ഉണ്ടെന്ന് വരുത് അച്ഛൻ പറയുന്നൊരു വാക്കായിരുന്നു, കൊട്ടാരക്കരയിൽ നിന്ന് മുണ്ട് മടക്കി കുത്തണ്ടല്ലോ, ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് എപ്പോഴും മുണ്ട് മടക്കി കുത്താം എന്ന് പറയും. പിന്നെ ഈ പറഞ്ഞ കണക്കാണ് അച്ഛനോട് പറയാണ്, സാറേ ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറയുന്നു. ആകാശം ഇടിഞ്ഞു വീഴുകയാണ് എന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന മനോജ് എന്ന് ചോദിക്കും. സാറേ ആകാശം ഇടിഞ്ഞു വീഴുന്നു. അപ്പം എവിടെയാടാ എന്ന് ചോദിക്കും. സാറേ കോട്ടയം കാഞ്ഞിരപ്പള്ളി ഭാഗത്താണ്. ആണോ? പണ്ട് പി ടി ചാക്കോടെ കാര്യത്തും അവിടെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അല്ല നമ്മൾ മാറണ്ടേ സാറേ? ഓടാ മൈലത്തെത്തുമ്പോൾ പറഞ്ഞാൽ മതി, അപ്പം മാറാമെന്ന് പറയും. അത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് മൈലത്തെത്തുമ്പോൾ പറഞ്ഞാൽ മതി, അപ്പം മാറാം. ഇതാണ് അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുത്താൽ മതി.